കേരളം ആരു ഭരിക്കും? ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന കേരളത്തിന് മുന്നിലേക്ക് ദേശീയ പ്രാദേശിക ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നൊഴിയാതെ എല്ലാ സർവേകളും വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കാണ് കേട്ടോ. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. ടൈംസ് നൗ, ആക്സസ് മൈ ഇന്ത്യ, CNN, വോട്ട് വൈബ് തുടങ്ങിയ പ്രമുഖ ഏജൻസികളെല്ലാം UDF-ന് മികച്ച വിജയമാണ് പ്രവചിക്കുന്നത്. അതെ, LDF-ന്റെ തുടർച്ചയായ രണ്ടാം ഭരണത്തിന് അന്ത്യമുണ്ടാകുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് ആക്സസ് മൈ ഇന്ത്യയുടെ പ്രവചനമാണ്. UDF കേവല ഭൂരിപക്ഷം മറികടന്ന് 78 മുതൽ 90 സീറ്റുകൾ വരെ നേടുമെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞു വെക്കുന്നത്. മറുഭാഗത്ത് ഭരണകക്ഷിയായ LDF-ന് 49 മുതൽ 62 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. BJP-ക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെയാണ് സാധ്യത. മേഖലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അതിങ്ങനെയാണ്. മധ്യ കേരളത്തിൽ UDF-ന്റെ ശക്തമായ തിരിച്ചുവരവ്. 29 സീറ്റുകളിൽ 22 മുതൽ 26 സീറ്റുകൾ വരെ UDF തൂത്തുവാരും. മലബാറിലേക്ക് നമ്മൾ വരുമ്പോൾ ചുവപ്പുകോട്ടയിൽ ശക്തമായ വിള്ളലാണ് ഈ തിരഞ്ഞെടുപ്പിൽ വീഴ്ത്താൻ പോകുന്നത്. 63 സീറ്റുകളിൽ 36-ൽ 38 സീറ്റുകൾ UDF നേടുമ്പോൾ LDF-ന് ഇവിടെ 25 മുതൽ 27 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. തെക്കൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലും UDF ആധിപത്യം ഉറപ്പിക്കുമെന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. 48 സീറ്റുകളിൽ 25 മുതൽ 29 സീറ്റുകൾ വരെ UDF-നും 18 മുതൽ 22 സീറ്റുകൾ വരെ LDF-നും ലഭിക്കും. എന്തുകൊണ്ടാണ് ഈ അട്ടിമറി സംഭവിക്കുന്നത് എന്നല്ലേ? അതിനുള്ള ഉത്തരം കന്നി വോട്ടർമാരിലും യുവാക്കളിലുമാണുള്ളത്. കന്നി വോട്ടർമാരിൽ 51% പേരും UDF-നെയാണ് പിന്തുണയ്ക്കുന്നതാണ് ആക്സസ് മൈ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 11% വർധനവാണ് ഇത്തവണ UDF-ന് ഈ കന്നി വോട്ടർമാരിലും യുവാക്കളിലും ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് LDF-ന് കന്നി വോട്ടർമാരിൽ 13% വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. യുവാക്കൾക്കിടയിലെ സ്വാധീനക്കുറവും ശക്തമായ ഭരണവിരുദ്ധ വികാരവുമാണ് LDF-ന് ഇത്തവണ തിരിച്ചടിയാകുന്നത്. എന്നാൽ മുതിർന്ന പൗരന്മാർ ഇപ്പോഴും ഇടതുമുന്നണിയെ തന്നെയാണ് കേട്ടോ പിന്തുണയ്ക്കുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതടക്കം LDF-ന് വോട്ടായി മാറിയിട്ടുണ്ട് എന്നു തന്നെയാണ് ഈ കണക്കും തെളിയിക്കുന്നത്. എന്നാൽ 20-നും 29-നും ഇടയിൽ പ്രായമുള്ളവരുടെ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചത് ഭരണമാറ്റത്തിന് ആക്കം കൂട്ടുമെന്നാണ് ഈ സർവേ അടിവരയിട്ടു പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ഏജൻസികളും UDF-ന് അനുകൂലമായ തരംഗമാണ് കാണിക്കുന്നത്. മാട്രിക്സ് സർവേ പറയുന്നത് ഇങ്ങനെയാണ്. UDF-ന് 70 മുതൽ 75 സീറ്റുകൾ വരെ, LDF-ന് 60 മുതൽ 65 സീറ്റും, BJP-ക്ക് 3 മുതൽ 5 സീറ്റും. പീപ്പിൾസ് പൾസിലേക്ക് വരുമ്പോൾ UDF 75 മുതൽ 85 സീറ്റുകൾ വരെ നേടി കരുത്തു തെളിയിക്കും. ടൈംസ് നൗ 72 മുതൽ 84 വരെ സീറ്റുകളാണ് UDF-ന് പ്രവചിക്കുന്നത്. CNN, വോട്ട് വൈബും PMark-ഉം പറയുന്നത് UDF-ന് 70-ന് മുകളിൽ സീറ്റ് ലഭിച്ചുകൊണ്ട് ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ടുഡേസ് ചാണക്യ UDF-ന് 72 മുതൽ 80 സീറ്റുകളും LDF-ന് 60 മുതൽ 65 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. BJP-ക്ക് അവർ 3 മുതൽ 7 സീറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ 8 പ്രമുഖ ഏജൻസികളുടെയും എക്സിറ്റ് പോളുകൾ വിരൽ ചൂണ്ടുന്നത് UDF-ന്റെ വിജയത്തിലേക്ക് തന്നെയാണ്. ഭരണവിരുദ്ധ തരംഗവും യുവാക്കളുടെ പിന്തുണയും UDF-ന് അനുകൂലമായപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ ഇടതുമുന്നണി പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ മുഴുവൻ എക്സിറ്റ് പോളുകളും നമ്മോട് പറയുന്നത്. BJP നില മെച്ചപ്പെടുത്തുമോ അതോ സംപൂജ്യരായി വീണ്ടും തുടരുമോ എന്നതാണ് വളരെ നിർണായകമായ ഒരു ചോദ്യം. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാകുമോ അതോ കേരളം പ്രവചനാതീതമായ മറ്റൊരു വിധി നൽകുമോ? കാത്തിരിക്കാം അന്തിമ ഫലത്തിനായി.